അങ്ങനെ പാറ്റ, പല്ലി, പഴുതാര തുടങ്ങി വിവിധ രൂപത്തിൽ വലുതാവുകയാണ്. വ്യത്യസ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂട്ടായ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു. പാറ്റ രാഷ്ട്രീയ പാർട്ടി ആകുമോ എന്നുള്ള ചോദ്യം വളരെ വലിയ ചോദ്യമാണ് രാജ്യത്ത് വരുന്നത്. CJP, കോക്രോച്ച് ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ആകുമോ? അതിനിടയിലാണ് പുതിയൊരു ഓൺലൈൻ കൂട്ടായ്മ നിതിൻ ഗഡ്കരിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. E20 പെട്രോളിനെതിരെയുള്ള E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയൊരു കൂട്ടായ്മ, എത്തനോൾ പെട്രോളിനെതിരെയുള്ള പുതിയൊരു കൂട്ടായ്മ. രാജ്യത്ത് ശുദ്ധമായ പെട്രോൾ അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഇല്ലാത്ത പെട്രോൾ കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യവും വെച്ചുകൊണ്ട് പുതിയൊരു ടീം കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പുതിയ ടീം രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഡൽഹിയിൽ ഈ എത്തനോൾ പെട്രോൾ ഉപയോഗിച്ച് കേടായ കുറെ വാഹനങ്ങളുടെ റാലിയൊക്കെ നടത്തി വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പക്ഷേ ജന്തർ മന്ദിറിൽ ഇന്നലെ വരെ 10-30 ദിവസം വലിയ സമരമായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് രാവിലെ ജന്തർ മന്ദിറിന്റെ ഒരു അവസ്ഥ പറയുമ്പോൾ അവിടെ കുറെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് ക്യാപ്ചറിങ് ക്യാമറ വെച്ച ജീപ്പ് അവിടെ തന്നെ ഉണ്ട്. ആ വണ്ടി പോയിട്ടില്ല. അപ്പൊ ഇന്നും ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അവരെ മുഖം പിടിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് അതൊക്കെ വച്ചിരിക്കുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത E20 പെട്രോളിനെതിരെയുള്ള സമരമാണ് വരാനിരിക്കുന്നത്. അതാണെങ്കിൽ നിതിൻ ഗഡ്കരിയാണ് ടാർഗറ്റ്. അപ്പോൾ അങ്ങനെ ഓരോ മന്ത്രിമാരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ വകുപ്പിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓരോ ടീമിനെ ഇറക്കുന്ന പുതിയ ഒരു കാഴ്ച ഇന്ത്യയിൽ കാണുകയാണ്. ഓരോ കാഴ്ചയും എങ്ങനെയാണ് വികസിക്കാൻ നമുക്കറിയില്ല. ആരാണ് ഇതിൽ പിന്നിൽ നിൽക്കുന്നതെന്നറിയില്ല. ഇനി ഇതെല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ടീമാണോ അതോ പല ടീമാണോ? BJPയുടെ B ടീമാണോ? കോൺഗ്രസിന്റെ ടീമാണോ? CPMന്റെ ടീമാണോ? ആരാണെന്നറിയില്ല. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ അവർ അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുകയോ വിഷയങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യുമ്പോൾ കിട്ടാത്ത ഒരു ഫീല്, റീച്ച്, ഒരു ഉയർച്ച ഈ ടീമുകൾക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രാജ്യത്ത് വളരെ വലിയ ഒരു മൂവ്മെന്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അത് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തുവെങ്കിലും പലപ്പോഴും അത് മോശമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ ഓപ്പൺ മാർക്കറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തലവേദനയാവുകയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ, ഇതിപ്പോ മോദിക്ക് മാത്രമല്ല ബാധകം, നാളെ മറ്റൊരു പാർട്ടി വന്നാലും ഈ തലവേദന തുടരും. കാരണം ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് ആളുകൾ അറ്റേ മൊമെന്റ് കൊണ്ട്, ആ നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്ത്, ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തും, അത് വിവാദങ്ങളായാൽ മാധ്യമങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്ത് എത്തിക്കാൻ, നിമിഷ നേരം കൊണ്ട് എത്തിക്കാൻ, ഒരു പണവുമില്ലാതെ എത്തിക്കാൻ കഴിയുന്ന വളരെ വലിയ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും നല്ല ആശയം ഉണ്ടാക്കാനും രണ്ടുമുണ്ട്. ആശയം കൊടുക്കാനും പറ്റും, ആശയക്കുഴപ്പമുണ്ടാക്കാനും പറ്റുന്ന മീഡിയകളാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അടുത്ത വിക്കറ്റ് വരുന്നത് നിതിൻ ഗഡ്കരിക്കെതിരെയാണ്. അതുപോലെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഒരു കൂട്ടായ്മ രാജ്യത്തുണ്ടായി വരുന്നുണ്ട്, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്കെതിരെ. ആ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത് നിർമ്മല സീതാരാമനെയാണ്. അതിനിടയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ആകുമോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ അവർ രണ്ട് കാര്യങ്ങൾ ഇന്നലെ അതിന്റെ അഭിജിത്ത് പറഞ്ഞു. ഒന്ന്, ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് മോദിയാണോ? രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്, ഇനി വരാനിരിക്കുന്നതാണ് വലിയ വെടിക്കെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണ്, എന്ത് തയ്യാറെടുപ്പാണ് ഈ ടീം? കാരണം ഇത് ചെറിയ ടീമല്ല. സോനം വാങ്ചുവും ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ളവരും പ്രശാന്ത് ഭൂഷണെ പോലുള്ളവരും വളരെയധികം ബൗദ്ധികമായി ചിന്തിക്കുന്ന ഒത്തിരിയധികം ആളുകൾ ഈ ടീമിന്റെ പിറകിലുണ്ട്. അപ്പൊ അത് കുറച്ച് വിദ്യാർത്ഥികൾ സുവോമോട്ടോ വന്ന് ഇങ്ങനെ സമരം ചെയ്ത് പോകുന്നതല്ല. വളരെയധികം ബിഗ് ബ്രെയിനുകൾ, തിങ്ക് ടാങ്കേഴ്സ് ആയിട്ടുള്ള വലിയ ബ്രെയിനുകൾ ഇവരുടെ പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ വന്നാലും നമുക്കത് വിഷയമല്ല. പക്ഷേ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന പലതരത്തിലുള്ള മൊമെന്റങ്ങൾ വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭരണകക്ഷിയെ വളരെ സൂക്ഷ്മതലത്തിൽ കൃത്യമായി മുന്നോട്ട് രാഷ്ട്രീയത്തിന്റെ, അഴിമതി രാഷ്ട്രീയത്തിന്റെയും സ്വജനപക്ഷ രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ ഈ നീതി ചോർച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെയുള്ള ഭരണകൂട വ്യവസ്ഥ രാജ്യത്ത് മുന്നോട്ട് പോകണം.
അല്ലെങ്കിൽ സ്വാഭാവികമായി മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോട് താൽക്കാലികമായി വിജയിക്കും. അത് പക്ഷേ ആത്യന്തികമായി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. ഛിന്ന ഭിന്നമാകുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും യുവതലമുറയ്ക്ക് 23 കോടിയോളം വരുന്ന യുവതലമുറയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാതെ വന്നാൽ അത് രാജ്യത്തിന് ഭാവിക്ക് നല്ലതല്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജാഗ്രതയിൽ വരുന്നുണ്ട്. E20 ജനതാ പാർട്ടി.